അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് തിരികെ വരാം അല്ലെ. ഒരു കോൾ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ആരായിരിക്കും നമുക്ക് നോക്കാം. ഹലോ. ഹലോ, ഞാൻ കുരിപ്പുഴയിൽ ജലജയ. പറഞ്ഞോളൂ അമ്മേ. നമ്മുടെ അഷ്ടോടിക്കാലിന്റെ തീരത്തുള്ള. അപ്പൊ അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് നമ്മുടെ താഴ്വശമില്ല, നമ്മളെ മലയുടെ മേളിലാ വീട്. വീടിന്റെ ആ ഇറക്കത്തൂടെ വരുന്ന യാത്രക്കാർ മുഴുവനും നമ്മുടെ അയ്യത്തും പിന്നെ ഈ ജോസഫ് മുതലാളിയുടെ കുറെ പുരയിടം കിടപ്പുണ്ട്. അത് ഇച്ചിരി നമ്മുടെ തൊട്ട റോഡിന്റെ അപ്പുറത്ത് അതിരില്ല. അവിടുന്ന് അങ്ങ് പടിഞ്ഞാറുന്ന് മുതൽ ഇവിടം വരെ വേസ്റ്റ് കൊണ്ടങ്ങ് മറിക്കും. ആ ലോകത്തുള്ള മുഴുവനും വണ്ടിക്കകത്താണ് വരുന്നത്. പിന്നെ ബോട്ടിൽ യാത്രയ്ക്ക് പോകുന്നവരും മുഴുവനും നമ്മുടെ കയ്യിൽ ഇങ്ങനെ നല്ല ഫാഷന് കവർ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ താഴെ വന്നിട്ട് ഇങ്ങോട്ട് അങ്ങിടും. പിന്നെ പ്ലാവറക്കാവിന്റെ അവിടുന്ന് വണ്ടിക്കകത്ത് വന്ന് രാവിലെ വന്ന് ചാക്ക് കെട്ട് കൊണ്ടുവന്ന് ഇടാൻ പോയത്. പിന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു, ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാൻ ഒക്കത്തില്ല. നമ്മൾ ഒരാളെ രണ്ടാളെ പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എന്തായാലും നമ്മളൊരു കോർപ്പറേഷൻ ഒരു പദ്ധതിയൊക്കെ ഉദ്ഘാടനം ചെയ്തു അല്ലെ. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നൊക്കെ പറഞ്ഞ് അഷ്ടമുടിക്കായലിനെ വീണ്ടെടുക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന്റെയൊക്കെ എനിക്ക് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു അല്ലേ. നടക്കുന്ന നമ്മുടെ ഇവിടെ തന്നെ അയ്യത്ത് എല്ലാം പാറകളെല്ലാം കൊണ്ടുവന്ന് അടുക്കിയിട്ടുണ്ട്. കായലിന്റെ സംരക്ഷണയുടെ അരുവിന് അടുക്കെട്ടുന്നതിന് ഇഷ്ടംപോലെ കൊണ്ടൊന്ന് മറിച്ച് അത് കറക്റ്റ് ചെയ്ത് അവരളവനുസരിച്ച് ഇനിയിപ്പം 5-6 മാസത്തിന് ഇടയ്ക്ക് വെച്ച് കാണുമായിരിക്കും, ഓണത്തോടൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ, ഈ പറഞ്ഞ കണക്ക് ജനങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ സഹകരണ കുറവല്ലേ? എപ്പോഴും നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിന് അല്ലെങ്കിൽ കോർപ്പറേഷന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് ചെയ്യുന്നില്ല. ഇതിനപ്പുറം ജനങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കാളിത്തം ഇല്ലേ? അവരൊരു പങ്കാളിത്തരവും ചെയ്യത്തില്ല. നമ്മൾ ഒരാളോ രണ്ടാളോ നമ്മൾ അഭിപ്രായപ്പെട്ടെന്ന് വിചാരിച്ച് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല. അതിന് തുനിഞ്ഞിറങ്ങാൻ ആളില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റിന്റെ കൂമ്പാരാണ്. നമുക്ക് ഇവിടെ ജീവിക്കാനേ പറ്റില്ല. ഈ അപ്പച്ചിര എന്ന് പറയുന്ന കുറെ സ്ഥലം ഇങ്ങനെ കിടക്കും. അവിടെ ആള് താമസമില്ല, വീടെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന. അവിടെ ഈ ലോകത്തുള്ള തൊട്ടടുത്തുള്ളവരാണെങ്കിലും ശത്രുക്കളല്ലേ. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് ആ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ആ വീട്ടിലും ആ വീട്ടിന്റെ പറമ്പിലും എല്ലാം ഇടുക. അത് നമ്മുടെ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് താഴ്വശത്താ, കായൽവാരത്താ. നമുക്കിപ്പൊ ഈ കെട്ടി വരാൻ പോകുന്നത് ആ പുരയിടത്തില് ആ താഴെ ആ പുതുവല്ല സൈഡ് വാളൊക്കെ കെട്ടാൻ പോകുന്നത്. പക്ഷെ ആൾക്കാർ ഒട്ടും അതിനു വേണ്ടിയുള്ള ഒന്നും ചെയ്യത്തില്ല. ആ കിടക്കുന്ന ആ സ്ഥലം അങ്ങ് നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീടിന്റെ മുഴുവൻ സ്ഥലത്തും പ്ലാസ്റ്റിക്കുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്കൊരിച്ചിരി സ്ഥലമുണ്ട്. അത് നമ്മളെ വീട്ടിൽ തന്നെ ആയിട്ടും പിന്നെ കോർപ്പറേഷനിലെ ആള് വരും. ഒരുപാട് പൈസ നമുക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് 2 മാസം കൂടുമ്പോ ഞാൻ കൊടുക്കും. കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇന്നണക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ജോലിയൊന്നും ഇല്ല, നമ്മളിങ്ങനെ ഒന്നും ചേട്ടന് കിട്ടുന്ന പെൻഷന്റെ ഇതൊക്കെ കൊണ്ടും പിള്ളേരെന്തെങ്കിലുമൊക്കെ തന്ന് അങ്ങനെ കഴിയുന്ന നമ്മളാ. നമുക്ക് എല്ലാ മാസത്തിലും തരാനൊന്നും പറ്റില്ല. ഹരിതകർമ്മസേനയുടെ കാര്യമാണോ പറയുന്നത്? അതന്നെ. അതെനിക്കൊന്ന് മാറാൻ പോകുന്നു തോന്നുന്നു. എനിക്കൊന്ന് ടാക്സിൽ തന്നെ ഉൾപ്പെടുത്തി അങ്ങനെ തോന്നുന്നു. എനിക്ക് ഞാൻ ഇവിടെ വായിച്ചു. എന്തായാലും നോക്കാം, നമുക്ക് അതൊന്ന് കാണാം. അതൊന്ന് നോക്കണം. എന്നിട്ട് ഈ നമ്മൾ 70 രൂപ വെച്ച് അത് കൊടുക്കുമ്പോ ഞാൻ 1 മാസം കൊടുക്കുവാണെങ്കിൽ പിന്നെ കൊടുക്കത്തില്ല. നമുക്ക് സാധനമൊക്കെ ഇച്ചിരി വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് 2 മാസത്തേക്കൊന്നും വേണ്ടി വരത്തില്ല. അതിനുള്ള പ്ലാസ്റ്റിക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. ആ പ്ലാസ്റ്റിക് കറക്റ്റായിട്ട് 2 മാസം കൂടുമ്പോ കൊടുത്താലും മതിയല്ലോ. കൊടുക്കുമല്ലോ, അത് കൊടുക്കും. പിന്നെ നമ്മുടെ കരിയിലെ ചപ്പോ ചവറോ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കത്തിക്കും. ഇവിടെ മൊത്തത്തില് പ്ലാസ്റ്റിക് കത്തിപ്പായി. എല്ലാം വലിയ ഉദ്യോഗസ്ഥരും കാശുകാരും എല്ലാം ആ വീട്ടുകാരെല്ലാം അവരുടെ പറമ്പിൽ തന്നെയാ മറ്റുള്ളവരുടെ നാട്ടുകാരയ്യത്ത് കൊണ്ടുവന്ന് ഇതെല്ലാം അങ്ങ് മറിക്കും. ഇന്ന് കൊടയുന്ന കുപ്പി കുറച്ചുണ്ടായിട്ട് ഒരു 3-4 വർഷമാവും നമ്മുടെ ഇവിടെ ചാക്കി കെട്ടി അതേപോലെ വെച്ചിട്ടുണ്ട് കൊടയുന്ന കുപ്പി. അത് കൊടയുന്ന കുപ്പി എടുക്കാൻ ഈ മറ്റേ ആക്രി വറക്കാൻ പറ്റത്തില്ല, അവരെടുക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അത് ഇവിടെ കെട്ടിവെച്ചിരിക്കുക. ഇപ്പൊ ആണെങ്കിൽ ഞാനും പറയാ നമുക്കെടുത്തത് കളയാനും ഒരിടവില്ല. നമുക്കൊരു ബുദ്ധിമുട്ടാ. മറ്റൊരാളിന്റെ അയ്യത്ത് കൊണ്ടുപോയി അത് ഇടുന്നത് നമുക്ക് ഏറ്റവും വലിയ ഒരു വിഷമോ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്. ഇതങ്ങനെ പോലും തോന്നാതെ കായലിലാണെങ്കിൽ എല്ലാം തിന്നുന്നതായാലും അരിയായാലും ഗോതമ്പായാലും എല്ലാം കായലിലാ കൊണ്ടുവന്നു. നമുക്ക് കേന്ദ്രത്തിന്റെ അരി സാധനം കിട്ടിയപ്പോ കൊണ്ടുവന്ന് മറിച്ചതാ കായലി. ഈ അരി ഗോതമ്പ് ഇതൊക്കെ ഈ വെള്ള അരിയൊക്കെ കൊടുത്തല്ലോ. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് കളയും. നമുക്ക് കളയാനില്ല. അടുക്കെങ്കിലും നാട്ടുകാർക്ക് കഴിക്കുന്നവർക്കെങ്കിലും കൊടുത്തൂടെ, അല്ലേ മേടിക്കാതിരിക്കുക.
ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ളതാണ്. കായലിന്റെ അരുവത്തൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നടക്കാൻ കൊള്ളില്ല. അത്രയ്ക്ക് വൃത്തികേടെന്ന് പറഞ്ഞാൽ അഴുക്ക വാടയും. നമുക്ക് ബോട്ടിലൊന്നും ചെന്നാൽ ഇരിക്കാനൊക്കത്തില്ല. ബോട്ടിൽ പോകാനായിട്ട് പോയാലും ഒന്നും ഇരിക്കാൻ പറ്റാത്ത കണക്കാണ്. നമ്മുടെ ശരീരത്തൂടെ ആ വാടയും കുടിക്കും. അതെ, അമ്മയുടെ ചെറുപ്പകാലത്ത് ഇതൊന്നും അല്ലായിരുന്നു അല്ലേ? ആ കായൽ തീരത്ത് വളരെ നമുക്ക് പോയിരുന്ന് റിലാക്സ് ചെയ്യാം അല്ലേ, വിശ്രമിക്കാം, ആസ്വദിക്കാം അല്ലേ, എല്ലാം ചെയ്യാം. എന്നിട്ടാണെങ്കിൽ ഈ കൊഞ്ചു മീനൊക്കെ വന്നിങ്ങനെ ആ വെള്ളം ഇങ്ങനെ അടിച്ചു വന്നിരിക്കുന്നതിന്റെ അരുവിന് വരും. അപ്പൊ പോയി ഇങ്ങനെ തപ്പി തപ്പി പിടിക്കുമായിരുന്നു. ഇന്ന് കാല് കുത്തി അതിൽ വെക്കാനൊക്കത്തില്ല. എന്റെ അണ്ണനും ഒക്കെ ആയിട്ട് ആ പാത്രമായിട്ട് പോകും. ഈ കുടം ഉണ്ടല്ലോ, കുട്ടുകുട, കുട്ടുകുടയും കൂടെ കൊണ്ടുപോകും. അതിന് ചാടി പോത്തില്ലല്ലോ. അതിനകത്തിട്ട് കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ അന്നേരം പിടിച്ചിങ്ങോട്ടൊന്ന് കറിയൊക്കെ വെച്ച് എന്ത് ടേസ്റ്റാ. ഇന്ന് എന്തിനു കൊള്ളാം, ഒന്നിനും കൊള്ളില്ല. എനിക്കൊന്ന് മത്സ്യത്തിന് തന്നെ ടേസ്റ്റ് കുറവാണ്. ഈ മലിന ജലത്തിൽ കിടന്ന് വളരുന്നതുകൊണ്ട് അല്ലേ, പ്ലാസ്റ്റിക് മാലിന്യമായാലും ഈ കെമിക്കൽസ് ആയാലും എല്ലാം നിറഞ്ഞൊരു വെള്ളമാണ്. ഒന്നും കൊള്ളില്ല, നമ്മളൊന്നും വാങ്ങിയാൽ കൊള്ളത്തില്ല. പക്ഷെ മീനൊക്കെ കൊണ്ടുപോകുമ്പോ നമ്മള് വാങ്ങിക്കാതിരിക്കത്തില്ല. കഴിച്ചല്ലേ പറ്റൂ. കഴിച്ചല്ലേ പറ്റൂ. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും കുറെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് മെയിൻ്റെനൻസിന്റെ അത് കിട്ടിയായിരുന്നു മോനെ. ഓ ശരി. അത് നമ്മള് മഴയ്ക്ക് മുന്നായിട്ട് ശരിയാക്കി. മേയറിന്റെ കോൾ പരിപാടിയിൽ വിളിച്ചതല്ലേ? മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേ ഞാൻ വിളിക്കുമ്പോഴൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു മോനെ. ഇപ്പോഴാണ് അതെല്ലാം പറയണ്ടായോ. പിന്നെ നമുക്ക് ചികിത്സയുടെ ഒന്നും അതൊന്നും ആയിട്ടില്ല. അതിന്റെ അപേക്ഷ വല്ലതും കൊടുക്കേണ്ട കൗൺസിലർ മുഖേന കൊടുത്തിട്ടുണ്ട്. ശരി ശരി ശരി. അപ്പം എന്തായാലും നല്ലത് വരട്ടെ, അങ്ങനെ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വിളിച്ചത് സന്തോഷം. നല്ല കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു.